മഹായോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ പാസ്റ്റർ KC ജോൺ, ജനറൽ സ്റ്റേറ്റ് ഭാരവാഹികൾ, ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ 91ാമത് കൺവെൻഷനിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പങ്കെടുക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, സ്നേഹസമ്പന്നരായ ദൈവമക്കൾ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ റാന്നി സെൻട്രൽ കൺവെൻഷനിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ നിശബ്ദതയാണ്. അത് ഒരിടത്ത് തന്നെയല്ല, എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, പ്രസംഗകൻ്റെ പ്രോത്സാഹനമനുസരിച്ചോ പ്രസംഗകൻ പറയുമ്പോഴോ മാത്രം സ്തുതിക്കുന്ന വേദപുസ്തക വിരുദ്ധമായ ഒരു സിസ്റ്റത്തിലേക്ക് സഭ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഈ 2015 കാണാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയത് മാത്രം ഓർത്താൽ ഇത്രയും നിശബ്ദത നമ്മുടെ ആത്മീയതയ്ക്ക് ചേരുന്നതല്ല. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയപരിധിയിൽ ഞാൻ സന്ദേശം ഉപസംഹരിക്കും. ഞാനിവിടെ വേദിയിലിരുന്നപ്പോൾ 1985 എനിക്ക് 21.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പുനലൂർ സെൻറ്ററിൽ ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിട്ട് പാസ്റ്റർ PC സാമുവേലിനോടൊപ്പം സഭാ ശുശ്രൂഷയിൽ പിച്ചവെച്ച് തുടങ്ങിയ ഒരു ഉപദേശിയാണ് ഞാൻ. 86 ഈ കുമ്പനാട് കൺവെൻഷനിലെ പന്തലിൻ്റെ ഒരു തൂണയിൽ ചാരിയിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അന്ന് ഇവിടെ ഇറങ്ങിക്കത്തിയ ആത്മതീയുടെ സ്പർശനത്താൽ പുതുഭാഷകൾ ആദ്യമായി സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. അതേ ഗ്രൗണ്ടാണിത്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ ചരിത്രത്തിൽ മറഞ്ഞവനല്ല. അവൻ ഇന്നും എന്നും അനന്യനാണ്. എനിക്ക് പിതാക്കന്മാരുടെ എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ വളർത്തിയ ഒരുപാട് പേരുടെ പേര് പരാമർശിച്ചാൽ കൊള്ളാം എന്നെനിക്കുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ യോഗങ്ങളുടെ പ്രഥമ ദിനത്തിൽ സമയം വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിലെ ഒരു ഉപദേശി എന്നുള്ള നിലയിൽ ഇവിടുത്തെ പ്രോഗ്രാമുകളോട് ആത്മാർത്ഥമായി സഹകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു ചിന്താ വിഷയമാണ് ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിസ്തുല്യനായ ക്രിസ്തു. ഇന്ന് പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടവർക്ക് തന്നിരിക്കുന്നത് നിസ്തുല്യനായ ക്രിസ്തു ചരിത്രത്തിൽ എന്ന വിഷയമാണ്. നിസ്തുല്യനായ ക്രിസ്തു ചരിത്രത്തിൽ. ഞാനിതിന് ആധാരമായിട്ടൊരു വേദഭാഗം വായിക്കുകയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം
3-ാം വാക്യം. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. സ്തോത്രം. എബ്രായ ലേഖനം തന്നെ നിസ്തുല്യനായ ക്രിസ്തുവിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു പുസ്തകമാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ്, പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ കർത്താവ്, ആലയത്തെക്കാൾ, ആചാര്യന്മാരെക്കാൾ, യാഗത്തെക്കാൾ, മോശയേക്കാൾ ശ്രേഷ്ഠനായ കർത്താവ്. ചരിത്രത്തിലെ ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയിൽ എനിക്ക് പറയാൻ നിയോഗം ലഭിച്ചത് മഹത്വവാനായ ക്രിസ്തു എന്ന ചിന്തയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ കർത്താവിൻ്റെ നിസ്തുല്യത ചരിത്രത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് തൻ്റെ മഹത്വത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു 3 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. വിശദീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. The glory of his person, ആളത്വത്തിൻ്റെ മഹത്വം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ആളത്വത്തിൽ നിസ്തുല്യനാണ്. The moral glory of Christ, ധാർമ്മികതയിലെ മഹത്വം. ഞാൻ ഈ വചനം ധ്യാനിച്ച് പഠിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എനിക്കേറെ ഹൃദ്യമായി പ്രിയങ്കരമായി തോന്നിയ ഒരു ഭാഗം ധാർമ്മികതയിലെ ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ്. 3-ാം ഭാഗം എന്ന് പറയുന്നത് the glory manifested in his works, അവൻ്റെ പ്രവർത്തികളിലെ മഹത്വം, അല്ലെങ്കിൽ പ്രവർത്തികളിൽ അവൻ നിസ്തുല്യൻ. നിസ്തുല്യനായ ക്രിസ്തു ചരിത്രത്തിൽ നിസ്തുല്യനായിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി തൻ്റെ മഹത്വത്തിലാണ്. അതിന് 3 മേഖലകൾ. 1, തൻ്റെ ആളത്വത്തിൽ. 2, തൻ്റെ ധാർമ്മികതയിൽ. 3, തൻ്റെ പ്രവൃത്തികളിൽ. ആളത്വത്തിൽ നിസ്തുല്യനായ, ധാർമ്മികതയിൽ നിസ്തുല്യനായ, പ്രവൃത്തികളിൽ നിസ്തുല്യനായ ഒരു രക്ഷകന്റെ സാക്ഷ്യം വഹിക്കാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ചതിൽ അഭിമാനമുള്ളൊരു ഉപദേശിയാണ് ഞാൻ. പ്രിയരെ, എനിക്ക് ഞങ്ങളുടെ ട്രഷററിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നി. അതായത് ഞങ്ങളുടെ സെൻറ്ററിലെ, എറണാകുളം സെൻറ്ററിലെ മെമ്പറാണ്. ഇവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആ സഹോദരൻ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിലെ മെമ്പറാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു രസം തോന്നിയൊരു ചിന്ത. മനോഹരമായ ഭക്ഷണം എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ടോയ്ലറ്റിൻ്റെ സംവിധാനം എല്ലാവർക്കും. അതിൻ്റെ ആ കൃത്യതയും ക്രമവും ഒക്കെ എത്ര ഭംഗിയായിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ പുറകെ ഈ ദൈവവചനവുമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ യോഗത്തിൽ എനിക്ക് കൃത്രിമമായിട്ടൊന്നും അന്തരീക്ഷം സൃഷ്ടിക്കാൻ അറിയില്ല.
എനിക്കറിയാം, ഞാൻ ഈ പുൾപ്പിറ്റയിൽ ഒരു 3-4 അടിയൊക്കെ അടിച്ചാൽ അനങ്ങാതിരിക്കുന്ന പലരും അനങ്ങും. പക്ഷേ അങ്ങനെ വാക്തോരണി കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും സൃഷ്ടിക്കുന്ന അനക്കത്തിൻ്റെ പിൻപിൽ ആത്മാവിന് പങ്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, ഹാളത്വത്തിൽ നിസ്തുല്യനായ, ധാർമ്മികതയിൽ നിസ്തുല്യനായ, പ്രവർത്തികളിൽ നിസ്തുല്യനായ ഒരു രക്ഷകൻ ഉലകത്തിൽ ഇല്ലാത്തതുകൊണ്ടും ആ നിസ്തുല്യനായ ക്രിസ്തു മാത്രമാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത് കൊണ്ടും അഭിമാനമകത്തുള്ള സകല ദൈവമക്കളും ശക്തിയോടെ പോരാ, ഇത്രയും ശക്തിയോടെ അല്ല, ശക്തിയോടെ ആളത്വത്തിൽ നിസ്തുല്യൻ എന്ന ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരേ സമയം മനുഷ്യനും ദൈവവുമായി ജീവിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തണ്ട് വലിച്ചു കുഴയുമ്പോൾ അവൻ്റെ മനുഷ്യത്വത്തിൽ പ്രൈസ് എൻ്റെ കഷ്ടപ്പാടുകൾ നന്നായി അറിഞ്ഞിട്ടുള്ളവനാ. കാരണം ആ പടകിൽ അവൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. യേശു പടകിൽ ആ സമയത്ത് ഉറങ്ങി എന്ന് പറയുന്നത് അവൻ്റെ മനുഷ്യത്വത്തിലാണെങ്കിൽ, തണ്ട് വലിച്ചു കുഴഞ്ഞവർ തണ്ട് താത്തു വെച്ചിട്ട് വാവിട്ട് നിലവിളിച്ചപ്പോ എഴുന്നേറ്റ് കടലിനോട് സംസാരിക്കുകയും കാറ്റിനോട് ആജ്ഞാപിക്കുകയും ചെയ്ത് സ്വസ്ഥത നൽകി ശിഷ്യരെ എത്തേണ്ടിടത്തെത്തിച്ചത് എൻ്റെ കർത്താവ് ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നത് കൊണ്ടാ. ഞാൻ ഇവിടെ ഒരു ചിന്ത എടുത്തു പറയട്ടെ. തണ്ട് വലിച്ചു കുഴഞ്ഞ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു. തുഴയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തണ്ട്. അത് കയ്യിൽ പിടിച്ചാണ് തുഴയുന്നത്. അങ്ങനെയാണെങ്കിൽ കയ്യിൽ പിടിച്ച് തുഴയുമ്പോൾ പിടിച്ച് വലിച്ചാണ് തുഴയുന്നത്. ഞാൻ ആ ഭാഗം അങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ തണ്ടേലുള്ള പിടിയും തണ്ടുകൊണ്ടുള്ള വലിയും എപ്പോൾ അവർ നിർത്തി നിലവിളിക്കാൻ അധരം തുറന്നോ, അപ്പോൾ അവൻ തൻ്റെ ദൈവത്വത്തിൽ പടകിൽ എഴുന്നേറ്റ് ഒരു ശാന്തത നൽകിയ കർത്താവ. ദൈവസഭ ഈ ദിവസങ്ങളിൽ പിടിയും വലിയും നിർത്തി മനസ്സു തുറന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ, ചരിത്രത്തിൽ എഴുന്നേറ്റ് കടലിനോട് സംസാരിച്ച് ശാന്തത വരുത്തിയവന്റെ കരചലനം ദൈവജനം അനുഭവിക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആളത്വത്തിലെ നിസ്തുല്യത എനിക്ക് കൂടുതൽ വിശദീകരിച്ചു പോകാൻ ആവില്ല. 2, അവന്റെ ധാർമ്മികതയിലെ നിസ്തുല്യത. ഞാൻ അതിന് 2 ഭാഗങ്ങൾ ചേർക്കട്ടെ. 1, അവന്റെ ഉപദേശത്തിലെ നിസ്തുല്യത. 2, അവന്റെ ജീവിതത്തിലെ നിസ്തുല്യത. അഥവാ ഉപദേശങ്ങളിലെ ധാർമ്മികത, ജീവിതത്തിലെ ധാർമ്മികത. ഉപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവ് പ്രവർത്തികളെക്കാൾ വലുതായി ഗൗരവമായി പറഞ്ഞത് പ്രവൃത്തിയുടെ പിൻപിലുള്ള മനോഭാവമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. അപ്പൊ അവിടെ പ്രാർത്ഥനയേക്കാൾ കർത്താവ് ഉപദേശത്തിൽ തൊട്ടത് പ്രാർത്ഥിക്കുന്നവരുടെ മനോഭാവമാണ്. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, ആ പ്രയോഗങ്ങളൊക്കെ നമ്മുടെ മനോഭാവമാണ് നന്നാക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനയല്ല.
ഉപവാസവും പ്രാർത്ഥനയുമല്ല നമുക്ക് ആദ്യം ആവശ്യം. നമ്മുടെ മനോഭാവം മാറണം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആഹാബും ഇസബേലും കൂടെ ഒരു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിച്ചിട്ട് നാബോത്തിനെ ആ പ്രാർത്ഥനയിൽ പ്രഥമ സ്ഥാനം നൽകി ക്ഷണിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും നല്ലതാ, പക്ഷെ ആഹാബിന്റെയും ഇസബേലിന്റെയും മനോഭാവം എന്തായിരുന്നു? പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രഥമ സ്ഥാനം വല്ലതും കിട്ടുമ്പോൾ പൊങ്ങിപ്പോകരുതേ പ്രിയരെ. നിന്നെ ലോകം കാണിക്കാതിരിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ട ആ ആത്മീയ പ്രോഗ്രാമിന്റെ പുറകിൽ ഉണ്ടെന്നുള്ള സത്യം മറക്കരുത്. സ്വന്തം ജ്യേഷ്ഠൻ അനുജനെ വയലിലേക്ക് ക്ഷണിക്കുമ്പോൾ നിഷ്കളങ്കനായ അനുജൻ വിചാരിച്ചു കൃഷിസ്ഥലത്ത് ജ്യേഷ്ഠനുമൊത്ത് ഒരല്പനേരം മനസ്സു തുറന്ന് സംസാരിക്കാമെന്ന്. പക്ഷേ വയലിലെ ആ സഹകരിച്ചുള്ള സന്ദർശനത്തിന്റെ പിൻപിൽ അനുജനെ കൊല്ലാൻ ജ്യേഷ്ഠൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളത് അനിയൻ അറിഞ്ഞിരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ അല്ല കർത്താവ് തൻ്റെ ഉപദേശത്തിൽ തൊട്ടത്, നമ്മുടെ മനോഭാവമാണ്. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ആശയം? എനിക്കത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. നമ്മുടെ മനോഭാവം. എനിക്ക് കഴിഞ്ഞ ദിവസം സങ്കടം തോന്നി. ഞാൻ എവിടെയോ ഒരിടത്ത് പറഞ്ഞു, ഒരു തയ്യൽ മിഷൻ കൊടുക്കാൻ 4500 രൂപ മതി. ആ ഒരു തയ്യൽ മിഷന്റെ പരസ്യം 4 മാസികകളിൽ ഇടാൻ 12500 രൂപ വേണം. ആ 12500 രൂപ ഉണ്ടെങ്കിൽ 3 മിഷനും കൂടെ കൊടുക്കരുതോ? അപ്പൊ ഒരു തയ്യൽ മിഷൻ കൊടുത്തതിന്റെ പരസ്യം 4 മാസികകളിൽ 12000 രൂപ കൊടുത്ത് ഇടുമ്പോൾ തയ്യൽ മിഷൻ കൊടുക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ അതിന്റെ പിൻപിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഭാവം. ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, ആത്മാവിൽ നൃത്തം ചവിട്ടുന്ന തകർപ്പൻ ആരാധന അല്ല നമുക്ക് ആദ്യം വേണ്ടത്. ആദ്യം നമ്മുടെ മനോഭാവം മാറട്ടെ. ഹല്ലേലൂയ! മൂന്നാമത്തെ ചിന്ത പറഞ്ഞ് നിർത്തുന്നു. നമ്മുടെ സമയം തീർന്നു. ഇവിടെ പ്രവൃത്തികളിലെ നിസ്തുല്യത. ഉപദേശത്തിലും ജീവിതത്തിലുമുള്ള നിസ്തുല്യത ഒരുപാടുണ്ട്. പ്രവൃത്തികളിലെ നിസ്തുല്യത. ഞാൻ പറയും, എൻ്റെ കർത്താവ് പ്രവൃത്തികളിൽ നിസ്തുല്യനായിരിക്കുന്നത് പ്രതിസന്ധിയിലായ വിരുന്നു വീട്ടിൽ വീഞ്ഞിൻ്റെ അത്ഭുതം ചെയ്തതുകൊണ്ടല്ല, മരണവീട്ടിൽ മരിച്ചവനെ ഉയർപ്പിച്ചതുകൊണ്ടുമല്ല, 38 വർഷം കുളക്കരയിൽ കിടന്നവനെ സൗഖ്യമാക്കിയതുകൊണ്ടും അല്ല, 6000 ഭൂതം ബാധിച്ചവന്റെ കെട്ടഴിച്ച് അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ടും അല്ല എൻ്റെ കർത്താവ് പ്രവൃത്തിയിൽ നിസ്തുല്യനായത്. എൻ്റെ യേശുവിനെ പ്രവൃത്തിയിൽ നിസ്തുല്യനാക്കുന്നത് എൻ്റെ പാപത്തിനു വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. മരണഭീതിയിൽ അടിമകളായിരുന്ന മനുഷ്യവർഗത്തെ പിശാചിന്റെ പിടിയിൽ നിന്ന് ഉദ്ധരിച്ച് മരണത്തിന് ചരമക്കുറിപ്പെഴുതിയ സ്ഥലമാ എൻ്റെ കർത്താവിന്റെ ക്രൂശ്. അങ്ങനെയെങ്കിൽ യേശുവിനെ ചരിത്രത്തിൽ നിസ്തുല്യനാക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നിസ്തുല്യനായ ക്രിസ്തുവിൻ്റെ മഹത്വം ഈ നിലകളിൽ തിരുവെഴുത്തിൽ കാണുമ്പോൾ ഈ കർത്താവിനൊരു മഹത്വം കൊടുക്കാൻ, ഇത്രയും മഹത്വവാനായ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ മനസ്സിൽ ആവേശമുള്ള എത്ര ദൈവമക്കളുണ്ട്. എൻ്റെ സുഹൃത്ത് എനിക്ക് മുൻപ് അലക്സ് വെട്ടിക്കൽ യേശു കാല് കഴുകിയ ഭാഗമൊക്കെ പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ധാർമ്മികത ഞാനും അവിടെ ഇരുന്ന് ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. ഞാൻ ബേബിച്ചാൻ്റെയോ ഫിലിപ്പി തോമസിൻ്റെയോ കാല് ഞാൻ കഴുകിയാൽ ഞാൻ അതിലൂടെ തെളിയിക്കുന്ന സത്യം എന്താ? എന്നേക്കാൾ വലിയവരായി ഞാൻ അവരെ കാണുക. എന്നേക്കാൾ വലിയവരായി അവരെ കാണാൻ എനിക്ക് കഴിയുമ്പോഴേ എനിക്ക് അവരുടെ കാല് കഴുകാൻ കഴിയും. അപ്പൊ യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി എന്ന് പറയുമ്പോൾ, ഓ, അവൻ്റെ ഉപദേശത്തിലെയും
അവന്റെ ജീവിതത്തിലെയും ഒക്കെ ധാർമ്മികത ആർക്കാ പ്രിയരെ എത്തി നോക്കാൻ കഴിയുക? അവൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ ആ കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൂട്ടു സഹോദരന്റെ മുൻപിൽ കുനിയാൻ എൻ്റെ കർത്താവിന് മടിയുണ്ടായിരുന്നില്ല. കസേരകളല്ല നമ്മുടെ ആത്മീയതയെ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ മനോഭാവമാണ്. നമുക്ക് മറ്റുള്ളവരെ നമ്മെക്കാൾ ശ്രേഷ്ഠനായി കാണാം. നിസ്തുല്യനായ ക്രിസ്തു ചരിത്രത്തിൽ മഹത്വമുള്ളവനായി വിളങ്ങി നിൽക്കുമ്പോ മനസ്സു തുറന്ന് മഹത്വം കൊടുക്കാൻ ആവേശമുള്ള ദൈവമക്കൾ ഒരു നിമിഷം അധരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ആരും ഈ സമയം മൗനമായിരിക്കാതെ, ഇത് സ്തുതിപ്പിക്കാൻ എടുക്കുന്ന സമയമാണെന്ന് ആരും കരുതരുത്. ഒരു നിമിഷം ആളത്വത്തിൽ നിസ്തുല്യനായ നമ്മുടെ കർത്താവ്, ധാർമ്മികതയിൽ നിസ്തുല്യനായ നമ്മുടെ കർത്താവ്, പ്രവർത്തികളിൽ നിസ്തുല്യനായ നമ്മുടെ കർത്താവ് ഈ യോഗത്തിന്റെ പ്രഥമ രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോ അവന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം ആത്മാവിൽ കാണുന്ന വിശുദ്ധന്മാർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ആദരമൊന്ന് ചലിപ്പിച്ച് ആ കർത്താവിന് ഒരു നിമിഷം മഹത്വം കൊടുക്കുമോ? ആരും മൗനമായിരിക്കാതെ. ഓ ഹല്ലേലൂയ! ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് കർത്താവിന് അല്പനേരം മഹത്വം കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ! ആരാധനയോടെ എഴുന്നേറ്റാട്ട് ദൈവസന്നിധിയിൽ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ! ഈ രാത്രി കർത്താവേ, എൻ്റെ മനസ്സ്, എൻ്റെ മനോഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നാശിക്കുന്ന എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്. എൻ്റെ ശുശ്രൂഷയ്ക്കല്ല മാറ്റം വേണ്ടത്, എൻ്റെ ആരാധനയ്ക്കോ എൻ്റെ പ്രവർത്തന മേഖലകളിലോ അല്ല നവീനത വിളങ്ങി തിളങ്ങി കാണേണ്ടത്. എൻ്റെ മനോഭാവത്തിനാണ്. നിസ്തുല്യനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ചിന്തയിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് ഇടപെട്ടെന്ന് ബോധ്യമുള്ളവർ മാത്രം അധരങ്ങളൊന്ന് ചലിപ്പിക്കുമോ? ഒരു നിമിഷം ഈ കർത്താവിന് നന്ദി പറയുമോ? പോരാ, നമ്മുടെ ശബ്ദം ഈ ഗ്രൗണ്ടിലൊന്ന് ഉയരട്ടെ പ്രിയരെ. ഹല്ലേലൂയ! ഒരു മുൻവിധിയും വേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കാൻ പോകുകയായി. ദിവസങ്ങളിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ! കടൽത്തിരകൾ ശിഷ്യന്മാർക്കെതിരെ എഴുന്നേറ്റപ്പോൾ കടൽത്തിരകൾക്കെതിരെ പടകിൽ എഴുന്നേറ്റവനാ നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കർത്താവിന്റെ കരചലനം അനുഭവിക്കുന്ന ദൈവമക്കളൊക്കെ ആത്മാവിൽ അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരുമിച്ച് ആമേൻ. ഒരു സ്റ്റാൻസ് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ!